സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സാന്ത്വം നിനക്കു സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നരുളിയിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തന്മനപ്പങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മ കാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ ശുത്രുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കലാത്മാവിനില്ലേതും ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. സന്തതം ത്വന്നാമമന്ത്രജപശുചി സന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാവാരിധേ. രാമലക്ഷ്മണന്മാരും സീതാദേവിയും വനത്തിലൂടെ സഞ്ചരിച്ച് ചിത്രകൂട പർവ്വതത്തിലുള്ള വാൽമീകിയുടെ ആശ്രമത്തിലെത്തുന്നു. വാൽമീകി മഹർഷി അർഘ്യവാദ്യാദികളോടെ അവരെ സ്വീകരിച്ച് സൽക്കരിക്കുന്നു. തങ്ങൾക്ക് കുറച്ചുനാൾ ഈ പ്രദേശത്ത് വസിക്കുവാൻ ആഗ്രഹമുണ്ട്, അതിനു പറ്റിയ സ്ഥലം കാണിച്ചു തരണമെന്ന് രാമൻ മുനിയോട് അപേക്ഷിക്കുന്നു. രാമൻ്റെ മഹത്വം അറിയുന്ന മുനി മറുപടിയായി ഇപ്രകാരം പറയുന്നു: ഈ ലോകം മുഴുവനും അങ്ങയിൽ വസിക്കുന്നു, അങ്ങ് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു, അങ്ങേക്ക് വസിക്കാൻ സ്ഥലം പറഞ്ഞു തരാൻ ഞാൻ ആരാണ്? തുടർന്ന് ഭഗവാന് വസിക്കുവാൻ ഉചിതമായ വാസസ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് മുനി വിവരിക്കുന്ന വരികളാണിത്. ഓം ശ്രീറാം.